പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ ഞാൻ ലൈവിൽ വരാനുള്ള കാരണം ഒരു 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ്. സാധാരണ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ എഴുതിയിടാറുണ്ട്. അത് പലതും ഞാൻ സഞ്ചരിക്കുന്ന പാതകളിൽ കാണുന്ന ചില വിഷയങ്ങൾ വരികളാക്കാറാണ്. ഞാനത്ര വലിയൊരു സാഹിത്യകാരനല്ലെങ്കിലും മണിക്കൂറുകളോളൊക്കെ ചില വാക്കുകൾ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണ് അത് എഴുതാറുള്ളത്. അത് സത്യം തന്നെയാണ്. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്നതും തിരിച്ചു പിടിക്കാൻ കഴിയാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. ധനം, സമ്പത്ത്, അതൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതല്ലെങ്കിൽ റിക്കവറായിട്ട് വരും. അതല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ പറ്റൂ. പിന്നെ വരുന്നത് ജോലിയാണ്. ഇപ്പോൾ ഒരു ജോലി നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്ന് തേടി പിടിക്കാം. ചിലപ്പോൾ ചില കാലതാമസങ്ങളും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നീടുള്ളതാണ് നമ്മളെ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ. ചിലപ്പോൾ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കും, ഭർത്താവ് ഭാര്യനെ ഉപേക്ഷിക്കും. എങ്കിലും അതിനൊക്കെ ഒരു പരിഹാര മാർഗങ്ങളുണ്ട്. നമ്മളിഷ്ടമില്ലാത്തവരാണെങ്കിൽ പോട്ടേന്നേ, നമ്മളെന്തിന് പിന്നാലെ പോകണം? നമുക്ക് വേറെ വഴി നോക്കാമല്ലോ. അവിടെയൊക്കെ മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് പിടിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശ്വാസം. നമ്മൾ പരസ്പരം തമ്മിലുള്ള വിശ്വാസങ്ങൾ, സുഹൃത്തുക്കളായാലും കുടുംബ ബന്ധങ്ങളിലായാലും മറ്റ് നമ്മൾ എല്ലാ ബന്ധങ്ങളിലായാലും ഒരു വിശ്വാസമുണ്ട് നമുക്ക്. ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ നമ്മളെ അന്തസ്സ്, അഭിമാനം തിരിച്ചു പിടിക്കാൻ വളരെ പ്രയാസമാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഒരു കളവ് കേസിൽ പിടിക്കപ്പെടുക, അതല്ലെങ്കിൽ കൊലപാതകത്തിൽപ്പെട്ട് നമ്മൾ ജയിലിൽ പോവുക. അതുപോലെ പല വിഷയങ്ങളിലും നമ്മുടെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങളിലും നമ്മുടെ അഭിമാനം, അന്തസ്സും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ വളരെയധികം പ്രയാസമാണ്. ഇനി അത് തിരിച്ചു പിടിച്ചു എന്ന് നമുക്ക് ബോധ്യമായെങ്കിൽ തന്നെയും നമ്മളെ അറിയുന്ന, നമ്മളെ കാണുന്ന വ്യക്തികൾ അത് ഓർത്തു വെച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് അവർക്കത് കിട്ടിയാൽ അവർ പ്രയോഗിക്കും. ഒരവസരം കിട്ടിയാൽ അവർ നമുക്കെതിരെ അത് പ്രയോഗിക്കും. ഒരു കുട്ടികളുടെ കല്യാണം, നമ്മുടെ മക്കളുടെ കല്യാണത്തിന് ആലോചനകൾ വന്നാൽ, അങ്ങനെയൊക്കെ സമയങ്ങളൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ മറ്റുള്ളവർ ഉപയോഗിക്കും. അപ്പോൾ അത് നഷ്ടപ്പെടാതെ നോക്കണം നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കോടി രൂപ മുടക്കിയാലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തിനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കൊരു അറിയാമെങ്കിലും ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രം ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്.